ഇന്ന് ഞങ്ങളുടെ മാളൂട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മാളൂട്ടി ഞങ്ങളുടെ അമ്മാവൻ്റെ മോളാണ്. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വാർത്തയിലാണ്, ഇലക്ഷൻ്റെ വാർത്ത കണ്ടിരിക്കുകയാണ് അച്ഛനും മോനും. ഞങ്ങളൊക്കെ നേരത്തെ റെഡിയായി. ഞാനും കുഞ്ഞപ്പനും കുട്ടൂസും കിച്ചുട്ടനും കണ്ണപ്പനൊക്കെ വേഗം റെഡിയായി. അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യമാണ് അവൻ പറയണത്. അപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും വന്നു. അവരുടെ വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ 2 വണ്ടി എടുക്കണ്ടല്ലോ, ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. കുട്ടിപ്പട്ടാളം ഞാനും ഒക്കെ ബാക്കിലായിട്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്, എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ. അപ്പോഴും ഞങ്ങളിതേ അവിടെ എത്തി കടയിൽ അവിടെ എത്തിയപ്പോൾ അതേ അമ്മാവൻ പോണു. അമ്മാവൻ നിറഞ്ഞേണ്ടി മേടിച്ചിട്ട് പോവാട്ടോ ഞങ്ങൾക്ക് വെള്ളം കലക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അതേ അമ്മായി ഫോട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതേ ഇനിയും എല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അതേ മുത്തച്ഛനും എല്ലാവരും അകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് വന്നേ. അപ്പോൾ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മമ്മ വെള്ളം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ്. അപ്പോൾ ചേച്ചി കുറേ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ എൻ്റെ വ്ളോഗ് എൻ്റെ ചാനലിൽ ഇടാനായിട്ടാണെന്നുള്ളൂ, നോക്കി അയച്ചു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് കസാരകളി മത്സരമായിട്ട് കാണുന്നത്. പിള്ളേരുകളൊക്കെ പിടിച്ചിരുത്താനുള്ള ഞങ്ങളുടെ അവസാനത്തെ കൈ ഇതാണ്. കുറച്ച് കസാരയൊക്കെ നെറ്റിട്ടിട്ട് ഒക്കെത്തിനും കസാരകളി കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാവാണെങ്കിൽ അകത്ത് കിടന്ന് ഉറങ്ങുന്നില്ല, ഈ ചൂടും പിന്നെ ഇവർ ടി വി വെച്ചിട്ട് ഭയങ്കര ശബ്ദം അങ്ങനെ ഉറങ്ങിയിട്ട് ഉറങ്ങണമില്ല. ഞങ്ങൾ കസാരകളി കളിക്കാനുള്ള പരിപാടി കേട്ടോ. ഫസ്റ്റ് തന്നെ എൻ്റെ രണ്ടാമത്തത് ഔട്ടാവും. അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല, എന്നാലും ആൾ ഓടും, ഒപ്പം ഓടും. അത് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി അവിടെ നിന്ന് അമ്മയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ അനിയത്തി വന്നപ്പോൾ തുടങ്ങി അവളുള്ള ഒരു വീഡിയോ എടുക്കലെന്ന് പറയാം കേട്ടോ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അവിടെ ആ വഴിക്ക് പോയി അവൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ചെരുപ്പായിരുന്നു കേട്ടോ കുഞ്ഞാവയ്ക്ക്. അപ്പോൾ അത് ഇട്ട് നോക്കുകയാണ് ഞങ്ങൾ, സൈസ് കറക്റ്റാണോ എന്ന് പറയാം. അപ്പോൾ കുറച്ച് ഇച്ചിരി വലിപ്പമുണ്ട്, അങ്ങനെ കുഴപ്പമില്ല, നടന്നു തുടങ്ങുമ്പോൾ സെറ്റാകും. അപ്പോൾ അതൊക്കെ കാട്ടി തരാട്ടെ, ഇത് എടുത്തോളൂ വീഡിയോയിൽ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ അടുക്കളയിൽ പോയിട്ട് കുറച്ച് മാങ്ങ ചെനച്ച നല്ല മൂവാണ്ടം മാങ്ങ ഇരുന്ന് കഴിക്കട്ടെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഉണ്ണിയാവയ്ക്ക് അവൾ കൊടുക്കുന്നുണ്ട്, കുറച്ചിങ്ങനെ നക്കാനായിട്ട് കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ഇതാണല്ലോ ഇഷ്ടം, ചെനച്ചതാകുമ്പോൾ നല്ല രസമല്ലേ കേക്ക്. ഉപ്പൊക്കെ കൂട്ടിയിട്ട്, ഉപ്പും മുളകൊന്നും ഞങ്ങൾ കൂട്ടിയില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ കഴിക്കുക ചെയ്തതേ. കുറച്ച് നേരം ഒരു അനക്കൊന്നും കേൾക്കണ്ടപ്പോഴേ നോക്കിയപ്പോൾ ഇവരൊക്കെ റോട്ടിലായിരുന്നു. റോട്ടി നോക്കിയത്തിനും ചേച്ചി പിടിച്ച് വലിച്ച് കയറ്റി കയറടാന്ന് പറഞ്ഞൊക്കെ ഇതിനും കയറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള പരിപാടി ആയിട്ടാണ്. ഫുഡൊക്കെ വന്നു. ഞങ്ങളുടെ അടുത്തുള്ളവരും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു. അവരൊക്കെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞാൻ ഫുള്ള് എടുത്തില്ല, ഞാൻ ഫുൾ ടൈം ഉണ്ണീരെടുത്തായിരുന്നു. ഉണ്ണി ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അനിയത്തി പറഞ്ഞു ഞാൻ എടുത്തോളാം, നീ പോയി ഭക്ഷണം കഴിച്ചോന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ അതേ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കി ഞാൻ വേഗം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഞാനും അമ്മയും ഒരുമിച്ച് ഫുഡ് കഴിക്കായിരുന്നു. ഏട്ടനും ഉണ്ടായിരുന്നു. ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ച് ഉണ്ണീൻ്റെ അടുത്തേക്ക് ചെല്ലാന്ന് ചോദിച്ചു. അവ എഴുന്നേറ്റുണ്ടായിരുന്നു. അനിയത്തി അപ്പോഴേക്കും കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ദേ ഉണ്ണി കരയടിയെന്ന് പറഞ്ഞു. വേഗം ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയൊക്കെ എഴുന്നേറ്റു. പായസമൊക്കെ അവിടെ വെച്ചു. രണ്ടാമതൊന്ന് പായസമൊക്കെ എടുത്ത് പോയി ഞാൻ കുടിച്ചു കേട്ടോ. റെഡിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. കുറച്ചൊന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയില്ല. ഒരു 4 മണിയായപ്പോൾ ചായ കുടിക്കാനൊക്കെ ഉള്ള ഇരിപ്പാണ്. അച്ഛനപ്പോഴേക്കും കടയിൽ പോയിട്ട് പപ്സും പാലും വടയും ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞങ്ങളിതേ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മ അതേ ചായ വെക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ കുഞ്ഞാവ് എണീറ്റപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കി. കുറച്ച് മാങ്ങയും മുരിങ്ങക്കായൊക്കെ ഉണ്ട് വീട്ടിൽ. അതൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോഴേക്കും അമ്മ ചായക്ക് വെച്ചു. ഞങ്ങളിത് ചായ കുടിക്കായിരുന്നു. അതൊന്നും എടുത്തില്ല കേട്ടോ. ഉണ്ണി എനിക്ക് ഭയങ്കര വശി. ഞങ്ങളിത് കുളിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള പരിപാടി സെറ്റ് ചെയ്തു. ഇപ്പോൾ ഭയങ്കര കാറ്റും മഴ. അപ്പോൾ ഏട്ടൻ വണ്ടിയൊക്കെ കയറ്റിയിട്ടു കാർ പോർച്ചിലേക്ക്.
നല്ല കാറ്റായിരുന്നു കേട്ടോ, നല്ല ഇടിയും ഉണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ഇങ്ങനെ മുറ്റത്ത് നല്ല കാറ്റും കണ്ടോ, ഷീറ്റൊക്കെ നന്നായി കാറ്റ് വീശുന്നുണ്ട് അവിടെ. പട്ടികളൊക്കെ നല്ല കുറയായിരുന്നു കേട്ടോ. ഇവന്മാർ കയറി ഇറങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കയറി വന്നെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണിത്. ഞങ്ങളുടെ അമ്മ വന്നപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മാവനാണ് ഇന്നത്തെ ഷെഫ്, ദേവിയെ. കുഴപ്പമില്ല. അമ്മ പറഞ്ഞു ഞാൻ വെച്ചിട്ട് നീ കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല കഴിച്ചിട്ടില്ല, ദൈവം എന്താവുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ കളിയൊക്കെ ആക്കിയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ മാളൂട്ടിയുടെ അടുത്ത് കുറച്ച്, എൻ്റെ അടുത്തൊന്നും അങ്ങനെ വരാറൊന്നുമില്ല. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. കുറച്ചൊന്ന് ചിരിച്ചു. കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റത്ത് നോക്കിയപ്പോഴേ നല്ല മഴ കേട്ടോ, നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉമ്മറത്തൊക്കെ നന്നായി വെള്ളം ചാറ്റിലൊക്കെ അടിച്ചിട്ടാണ്. അപ്പോഴേക്കും ചിക്കൻ റെഡി എന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ച് ടേസ്റ്റ് നോക്കാൻ എനിക്ക് തരണം. ഞാൻ എന്താവുമോ എന്തോ കഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ, നല്ല എരിവൊക്കെ ഉണ്ട്, എനിക്കിഷ്ടമായി. ഞങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി വന്നു കേട്ടോ. അപ്പോൾ അവൾ കേക്ക് കൊണ്ട് അവൾ വന്നേ, അവൾ മണ്ണമ്പെട്ടിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ മുറിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും തൊപ്പിയും പാപ്പാസൊക്കെ ഇപ്പോൾ കാട്ടിയാളെന്ന് തോന്നുന്നുണ്ടൊക്കെ കൂടിയിട്ടേ ഞങ്ങൾ വേഗം മുറിക്കാമെന്ന് വെച്ചു. അപ്പോൾ അനീതിനെ കുറേ നേരം വെയിറ്റ് ചെയ്തു, അവളെ കണ്ടില്ല. അപ്പോൾ ഇത് അമ്മായിയുടെ അമ്മയാണ്, ആൾക്ക് വയ്യ. അപ്പോൾ ആൾക്ക് കാണുന്ന രീതിയിൽ ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു. ജനലേക്കൂടെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ അവർ കേക്ക് മുറിക്കണേ. ഒക്കെ കഴിഞ്ഞ് ഞാനും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും അപ്പൂസും ഒരുമിച്ച് ഫുഡ് കഴിക്കായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചിക്കനും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടൂസിനെ എല്ലാവരും കൂടി കളിയാക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ കല്യാണരാമൻ സിനിമയിലെ പോലെ കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അങ്ങനെയൊക്കെ പറയണേ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ബർത്ത്ഡേ വിശേഷമാണ്. എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.